ഇവളിതെന്തോന്ന് ചെയ്യുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. വേറൊന്നുമല്ല ഗൈസ്, എനിക്ക് ജലദോഷം പിടിച്ചു. ഇവിടെ ആദ്യം ഇക്കാക്ക് ജലദോഷം പിടിച്ച് അത് മാറി, പിന്നെ മോക്ക് വന്ന്, ഇപ്പൊ എന്താ ഫൈനലി എനിക്ക് പിടിച്ച്. ഇത്രയും ദിവസം നോമ്പില്ലാത്ത സമയത്ത് പിടിക്കാൻ ജലദോഷത്തിന് തോന്നിയില്ല. കറക്റ്റ് നോമ്പ് പിടിക്കുന്ന ആ ദിവസം തന്നെ എനിക്ക് ജലദോഷം വന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ജലദോഷം വന്നാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ഞാൻ പാല് കുടിക്കത്തില്ല, ചായ കുടിക്കത്തില്ല. പിന്നെ എനിക്ക് ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചൂടുണ്ടെങ്കിലും ഞാൻ അപ്പം മൂക്കിലും തലയിലും എടുത്തു വെക്കും. ഇതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ പിന്നെ ചൂടോടെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച്, പിന്നെ ഞാൻ ജസ്റ്റ് കുപ്പിയിൽ നല്ല ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് ഈ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും മണപ്പിക്കുകയാണെന്ന്. മണപ്പിക്കുന്നില്ല, ചൂട് തൊട്ട് മൂക്കിൽ വെക്കുവാണ്. കാരണം കുപ്പിയോടെ വെച്ചാൽ മൂക്ക് പൊള്ളിപ്പോവും, അത്ര ചൂടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ആക്കി പിന്നെ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ പണ്ടേ അതെ, എനിക്ക് ജലദോഷം വന്നാൽ ഈ പാതിരാത്രി 2 മണി 1 മണി 3 മണി സമയത്തൊക്കെ ഞാൻ പോയി കട്ടനിട്ട് കുടിക്കും. അതാണ് എൻ്റെ ശീലം. പിന്നെ വെളുപ്പിന് എണീച്ചപ്പോഴും അത്താഴത്തിന് എണീച്ചപ്പോഴും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പം ഇക്കറിഞ്ഞ് ഈ പുട്ടാക്കണ്ട, ഇലയപ്പം കഴിക്കാം എന്ന് പറഞ്ഞിക്കാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന്, എനിക്ക് ജലദോഷം അതിനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഞാൻ ഒന്നും കഴിച്ചില്ല. ബാങ്ക് കേൾക്കാറായ സമയത്താണ് ഞാൻ ഇച്ചിരി കൊട്ടപ്പം ഇന്നലെ എനിക്ക് ഒട്ടും വയത്തോണ്ട് കഴിക്കാൻ തോന്നില്ല, കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ബാക്കി ഞാൻ എടുത്ത് കഴിച്ചത്. പിന്നെ കട്ടനും കുടിച്ച് ഒരു മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ഇതൊക്കെ കഴിച്ചത്. ഇക്ക പുട്ടൊന്നും കഴിച്ചില്ല. ഇതിന് ഫുൾ ഇക്കാക്ക് ക്ഷീണമായിരിക്കും. ഇക്കാക്ക് പുട്ട് കഴിച്ചാൽ സെറ്റാവും. ഒന്നേ സംഭവം ഇതാണ്. എനിക്കാണെങ്കിൽ തുമ്മൽ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ തുമ്മാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നു കുറേ സമയം ഞാനിങ്ങനെ ആ തുമ്മലുമായിട്ട് മൽപ്പിടുത്ത് വരുന്നു ഇവിടെ. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തോ കാണിക്കുവാണെന്ന്. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാനുണ്ടായിരുന്നു. ഒന്ന് ഓക്കെ ആയിട്ടാണ് ഞാൻ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പം ഞാൻ അങ്ങനെ അത്താഴത്തിന് എണീച്ചാൽ ഉറങ്ങാറില്ല. രാവിലെ ഒരു 8 മണി 9 മണിക്ക് ഓഫീസിലൊക്കെ പോയപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് കിടക്കും. അപ്പോഴത്തേനും മോളെണീക്കും. അപ്പം അങ്ങനെ ഉറക്കം വരാറില്ല. അപ്പം ഇന്നത്തേക്ക് എത്രയുള്ളൂ. എൻ്റെ